ഇതൊക്കെ നമ്മൾ പഠിക്കും. സത്യമല്ലേ? ആളൊരു കഴിവറാമോനാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. ഐ ക്യാൻ റിലേറ്റ് ഇറ്റ്. ഇതെന്തൊരു ബഗ്ഗിയാ. ഇത് കണ്ടറിയാം എന്തോ കടുത്തിട്ടുള്ള സാധനമാണ്. നോക്കട്ടെ. ഇതെന്താ ബഗ്ഗിയാ. മിക്കവാറും ഡ്രിഫ്റ്റിംഗ് സാധനമായിരിക്കും. ഇത് റോഡിൽ വെക്കാൻ പറ്റൂലല്ലോ. ആ ബഗ്ഗി സിയോണിലല്ലേ? ആ കേരളത്തിൽ ഇരുന്ന് പറഞ്ഞ് തമാശ കേട്ട് ഞാൻ ദുബായിൽ ഇരുന്ന് വരച്ചിരിക്കണ. അഭിനവ് 2044 കഴിവറാമനെ നിന്നെ കണ്ടാൽ ഞാൻ മുട്ടുകാലം തന്നെ തല്ലി ഓടിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ എറണാകുളത്ത് പാലാരി വിട്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യണം. നിന്നെ ഞാൻ 60,000 രൂപയ്ക്ക് മേടിച്ചതല്ലേ? ഐഫോൺ പ്ലെയർ ഒരു സാധനം കളിക്കാൻ വയ്യ. ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് സ്റ്റക്കായി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഉപയോഗമുണ്ടോ നിനക്ക്? ഏത് കളിക്കുമ്പോഴാ ലാഗ്? BGMI അതിന് എത്ര സൈസ് ഉണ്ട്? അതൊരു 3-4 GB ഒക്കെ മാക്സിമം കാണും. ആപ്ലിക്കേഷൻ എടുത്ത് നോക്കടാ പോടാ. ഓ നോക്കാം, പിന്നെന്താ, കൂടി പോയാൽ 5 GB. 22 GB. എന്തോ കേട്ടില്ല, ശക്തമാ. 22 GB. 22 GB ഗെയിം 24. എടാ എന്റെ ഞാൻ നോക്കട്ടെ എത്രയാണെന്ന്. എനിക്ക് റിസോഴ്സ് പാക്ക് ഡൗൺലോഡായി എല്ലാം പെരുവിയിരിക്കും. കൂടെ ആയിരിക്കും. നോക്കട്ടെ, എന്നാലും നോക്കട്ടെ. BGMI ഞാനും നോക്കട്ടെ. നീ ഇവനെ കളിക്കാത്ത നിനക്ക് എങ്ങനെ റിസോഴ്സ് പാക്ക് വരുന്നേ? ശരിയാണല്ലോ, BGMI വേണ്ട ഇത് നോക്കാൻ. അതങ്ങനെ ഒരുത്തൻ. സ്റ്റോറേജ് എടാ എന്റെ 21 GB. ഓ അത്ര ഉണ്ടോ? 4 മണിക്കൂർ കുത്തിയിട്ട് കളിച്ചിട്ട് അവന് റണ്ടർ അടിക്കുന്നെന്ന്. ആട്ടെ, നിനക്ക് എവിടെ ഇറങ്ങുമ്പോഴാ ലാഗ്? ഇവന്റില് അവിടെ എത്ര പേര് ഒരു സമയം ഇറങ്ങും? 40 പേര്. ഒരു ഗെയിമിന്റെ പകുതി ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് അവന് റണ്ടർ അടിക്കുന്ന. എടാ നിന്റെ BGMI ഉണ്ടാക്കുന്ന റണ്ടറിന് എന്നെ വല്ലോം പഴി പറഞ്ഞ മുട്ടാലേറ്റ് തീമി ഇറങ്ങും ഞാൻ. ലാഗ് അടിക്കുന്നു അങ്ങനെ ഒരു. അതും ശരിയാ. 1200 HP BMW. എങ്ങനെ ഉണ്ടായിരുന്നു ലെംബോർഗിനിയിലെ ആ ഒരു ഡ്രൈവ്? അത് പറ കേക്കട്ടെ. ലെംബോർഗിനി നമുക്ക് ചായ പിടിക്കാൻ പോണെങ്കിൽ അവനെ വിളിച്ചാൽ മതി, അവൻ ലെംബോർഗിനി കൊണ്ടുവരും. അവൻ തൊട്ടപ്പുറത്താടാ, എന്റെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്താ അവൻ. അവൻ നമ്മുടെ എല്ലാം ഡൈഹാർഡ് ഫാനാണ്. നമ്മുടെയൊക്കെ ഒരു RP പോലും മിസ് ചെയ്യാതെ ചിലപ്പോ ഇവിടെ ചാറ്റിലുണ്ടാവും അവനിപ്പോ. ആണോ? ഞാൻ അവനോട് ചോദിച്ചു എടാ എന്താ നീ എത്ര നാളായത് പോലെ? ഞാൻ കുറച്ച് ഒരു 4-5 മാസം ആയതേ ഉള്ളൂ ബ്രോ. എന്താ അവൻ പറഞ്ഞ് അച്ഛനടുത്ത വണ്ടിയാണോ? അവൻ പറഞ്ഞു അല്ല, അവനിവിടെ കോളേജ് ജോയിൻ ചെയ്ത് കോളേജിൽ പോയിട്ട് വരാനും ഇവിടെ ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട്. അവൻ ആദ്യം മറ്റേ ഉറക്കൻ ഇവോ എടുക്കാൻ പോയതാ. ഇവ എടുക്കാൻ പോയപ്പോ ഇവ ബുക്ക് ചെയ്തപ്പോ അച്ഛനും അവനും കൂടെ ഷോറൂമില് ഊർസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ 2 ഒരുമിച്ച് മേടിച്ച്. എടാ രണ്ട് പുതിയ വണ്ടി ഉറക്കേന് ഇവോയും ലംബോർഗിനി ഊർസും 2 ഒരുമിച്ച് മേടിച്ച്. നമ്മളൊക്കെ മറ്റേ അമ്പലപ്പറമ്പിൽ അതെന്തായാലും തരാം. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഉത്സവപ്പറമ്പിലേ, നമ്മൾ പണ്ട് കൊച്ചിയിലെ ഉത്സവപ്പറമ്പിലൊക്കെ പോണ സമയത്ത് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും, ഇന്ന സാധനമായിരിക്കും മേടിക്കേണ്ടത്. മുത്തിട്ട തോക്ക്. അന്നേരം നമ്മൾ മുത്തിട്ട തോക്ക് മേടിക്കാൻ പോകുമ്പോൾ ബോണസ് ആയിട്ടൊരു ബലൂൺ കിട്ടിയാൽ കിട്ടി. അതുപോലെയൊക്കെയാണ് അവൻ പറയണേ. ഞാൻ ഇങ്ങനെ കേട്ടിട്ട് കിളി പോയി.
എനിക്ക് അതും ഞങ്ങൾക്ക് അതും ഇഷ്ടപ്പെട്ടപ്പോ അതും എടുത്തത്. അവനോട് പഠിക്കുവാ. എടാ പാവാടാ, വെറും പാവാണ് ഭയങ്കര പാവാ. ആനന്ദ്, നീ ഇവിടെ ചാറ്റിലുണ്ടാവുമെന്ന് എനിക്കറിയാം. ആനന്ദ്, അവനെന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നു. ഞങ്ങൾ ജബൽ ജയ്സ് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഉറക്കേന് ഇവൊക്കെ ഓടിക്കണത്. എൻ്റെ അമ്മോ, കടല മേടിക്കണ പോലെ ഒന്ന്. അതെ അതെ ഉണ്ടെണ്ണ. അപ്പോഴത്തേക്കിന് വേറെ മറ്റേ ഈ കളിപ്പാട്ട ലംബോർഗിനി ഉള്ളവൻ വരെ ഉണ്ടെണ്ണാന്ന് ഇവിടെ ചാറ്റിലിടുന്നു. മഴയൊക്കെയാണല്ലേ? ഭയങ്കര മഴ. ചന്ദ്രനെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഫ്രഷ് അടിച്ചായിരുന്നു. എവിടെ വെച്ചേണ്ട? ഓർമ്മയില്ലേ? അല്ല, എന്നെ എവിടെ വെച്ചേണ്ടെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാര് വെള്ളം അടിക്കുവാണോ ഇതിനകത്തൊന്ന്? നമ്മുടെ കുപ്പിയിൽ ഇമോട്ടിട്ട് മഴ ഉണ്ടാക്കി കൊടുത്തതാ സീനറിക്ക്. ഇന്നാള് നമ്മള് എന്നിട്ട് എനിക്ക് പെറ്റിനെയൊക്കെ മേടിച്ചൊന്നു. ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ ഏതോ പെൺകൊച്ചിനെ ഞാൻ കണ്ടത്. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഫീലിങ്സ് വന്നു. ഫീലിങ്സ് വന്നാ? ആ, എന്ത് ഫീലിങ്സാ വന്നേ? ലവ് അറിയത്തില്ലേ? ചന്ദ്രൻ ശരിക്കും ഒരു നാളൊക്കെ വരുന്നുണ്ടോ? അതെ അതെ അതെ, ഒഴിക്കുന്നവന്. വെള്ളം നേരത്തെ ഇടിവെട്ട്, മഴ, എന്തൊക്കെയാണല്ലേ. ഓക്കെ, അപ്പൊ ഫീലിങ്സ് വന്നു. വാറ്റ് പോകുന്ന വെച്ച് നമ്മള് ചെയ്യണ സെറ്റപ്പുകളല്ല. എന്റെ ലൈഫിലേക്ക് അടിച്ചു കയറി വരുമോ? അയ്യേ, നോക്ക് സ്ക്രീനിൽ നോക്ക്. ലൈഫിലേക്ക് അടിച്ചു കയറി വരാനാ. ഇതെല്ലാം തട്ടിക്കൂട്ടി സെറ്റപ്പാ, ഉടായിപ്പാട്ടാ ഇതൊക്കെ. ഞാൻ പോയിട്ട് വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ട് ചന്ദ്രൻ ഇവിടെ ഇല്ലല്ലോ? ഇല്ല, എന്തുകൊണ്ട് ചന്ദ്രനില്ല. എന്തുകൊണ്ട് വേറൊരാളുമായിട്ട് ഇവ സെറ്റാണോ? ഓ, മൈരം വരുമ്പോ സൗണ്ട് ഉണ്ടാവും, പൊട്ടൻ അറിഞ്ഞൂടാ. ഞാൻ വലിച്ചിട്ട് തിരിച്ച് താഴോട്ട് വലിച്ചിട്ട് മാറ്റിട്ട് മാറ്റിയിട്ട്. ചന്ദ്രൻ എന്തുകൊണ്ട് ഈ വേറെ ലൈൻ സെറ്റാണെന്ന് നമുക്ക് ഉപകാരമുള്ള കാര്യമാണ്. കാരണം ഇതിപ്പോ സെറ്റായി കഴിഞ്ഞാൽ അലീന പുതിയ 4080 PC ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ തല്ലിക്കൊന്ന് ചാവും. എന്തുകൊണ്ടും ബോണസ്, മനസ്സിലായ? ഇത് എൻകറേജ് ചെയ്ത് വിട് കേട്ടോ, ഇത് എൻകറേജ് ചെയ്ത് വിട്. അല്ല, അത് നമ്മൾ ഇത് ഈ കൊച്ചു അഭിനയിക്കാൻ വേണ്ടി 1000 രൂപ എടുത്തോണ്ട് വന്നത്, അല്ലാതെ ആര് വരാൻ? ഞാൻ ഒരു 2000 രൂപ കൊടുത്ത് കുറച്ച് സെറ്റാക്കാൻ പറ്റുമോ നിനക്ക്? എനിക്കറിഞ്ഞൂടാ, ഞാനില്ല പൈസ കൊടുക്കണേ, ഞാനില്ല പിള്ളേർക്ക്. ഒരു മടുപ്പില്ല കേട്ടോ അവന്. അമ്പത്തൂരിന് എത്ര പെമ്പിള്ളാരോട് നടന്നാലും ഒരു മടുപ്പില്ലടാ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവനെയാണ് ശരിക്കും പറഞ്ഞ ഈ കല്യാണം കഴിക്കാൻ പറ്റാതെ വീട്ടില് മറ്റേ ജാതദോഷമൊക്കെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ അമ്പത്തൂര് നോക്കുന്നു, കെട്ടിച്ചു വിടുന്നു. ഇതാണ് ഇപ്പോഴത്തെ സീൻ. നമ്മുടെ രണ്ടിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ നല്ല വിഷമമുണ്ട് നമുക്ക് രണ്ടുപേർക്കും, അല്ലേ? പണ്ടത്തെ പോലൊന്നും പറ്റണില്ല. ഓരോ തെണ്ടിയല്ല ആ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കുന്നത്. എടോ, നമ്മളില്ല അമ്മാവന്മാരെ പോലെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പറയാനടാ ബാക്കി പിള്ളേരെ പറ്റി. അയ്യോ, കൊള്ളാറില്ലേട്ടാ, അടിപൊളിയേട്ടാ. ഇത്രയും പറഞ്ഞില്ല. അതാണ് ഒരു പ്രപ്പോസൽ എന്തായാലും കൊടുക്കണം. എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറ, എനിക്ക് കേറട്ടെ, അടിച്ചിറങ്ങി വരാൻ താല്പര്യം ഉണ്ടെന്ന് പറ. അടിച്ച് കറക്കുന്നു, അടിച്ചിറങ്ങി വരാൻ. പക്ഷെ ഇപ്പൊ ഈ പ്രേമം ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നണല്ലേടാ? അയ്യേ, ഇതാണോ ഇതൊക്കെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് അറിഞ്ഞോണ്ട് ഇഗ്നോർ ചെയ്തത് നന്നായി ബാബു.
നമുക്ക് അതുകൊണ്ട് അല്ല സത്യം പറഞ്ഞ നമുക്ക് അതുകൊണ്ട് ഗ്യാങ് റിലേറ്റഡ് ആയിട്ടുള്ള ആർപിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ബ്രോ ലാസ്റ്റ് ആയിട്ട് ഈഗിൾ ബ്രോ എലിയെ ഒറ്റയടിക്ക് ഒഴിവാക്കി, എന്റെ അടുത്ത് മറ്റേ കൊച്ചിനെ ഒഴിവാക്കണം. നമുക്ക് മനസ്സിലായി ഇതല്ല ശരിക്കും നമ്മുടെ ട്രാക്ക്, നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. മനസ്സിലാക്കി മാറിയതാണ് നമ്മൾ ചെയ്ത ഏറ്റവും നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, അതാണ്. ഇവനൊക്കെ ഇപ്പോഴും നമ്മൾ മറ്റേ MGRPയിലും MORPയിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ചന്ദ്രൻ അവിടെ നിൽക്കും എപ്പോഴും, അപ്ഡേറ്റഡ് ആയിട്ടില്ല. ചന്ദ്രൻ എത്തിയിട്ടില്ല ഇങ്ങോട്ട്. ഇപ്പുറത്തെ സിയോണിലെ സ്കൈയുടെ കൂടെ നിൽക്കുക, നമ്മള് സ്വർഗരാജ്യത്തിൽ നിൽക്കുക. സ്കൈ എക്സ് ചന്ദ്രൻ അതൊരു പ്രത്യേക ഒരു ഇതായിരുന്നു. ഞാനൊരു പാട്ട് പാട്ടാ ഞാനൊരു പാട്ട് പാട്ടാ ഹെസറേ ഞാനൊരു പാട്ട് പാടാൻ പോണു. ഏത് പാട്ട് ഞാൻ മറ്റേ പൊയ്സെല്ലാം കൂടാതെ എന്ന് പറയാം, അമ്പത്തൂരിന് പാട്ടങ്ങളാ. ആ പാട്ടങ്ങ് പാടാം. காதலை பொய் சொன்னாலும் ஏன் காதலே பொய் சொல்லக்கூடாது காதலே பொய் சொன்னாலும் ஏன் காதலே கண்களால் கண்களில் தாயமாற்றினார் கைகளால் கைகளில் பொய் ஒன்றை ஒப்பித்தாய் ஐயையோ தப்பித்தாய் கண் மூடி தேடைத்தான் கனவெங்கும் தித்தித்தாய் பொய் சொல்லக்கூடாது காதலே பொய் சொன்னாலும் ஏன் காதலே. ഓ നൈസറാ, കൊള്ളാം. എന്നിട്ട് ആ ക്രെഡിറ്റ് അടിച്ചെടുത്ത് നോക്ക് ചേറ്റപ്പാട്ടി. ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണുണ്ട് ആ സൈഡില് ക്രെഡിറ്റ് എടുത്തോണ്ട് പോയിട്ട്. അന്ന കഴിവറാമൻ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഹർദിക്? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു ക്രിക്കറ്റിൻ്റെ ഡൈഹാർഡ് ആരാധകനാണ്. പക്ഷേ IPL വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഡിഫറൻസിയേഷനൊക്കെ. ചെന്നൈ മറ്റേ ഇങ്ങനെ എന്ന് കരുതി ഇൻഡിവിജ്വലി പ്ലേയേഴ്സിനെ ഞാൻ ഒരിക്കലും മറ്റേ ഇത് പറയത്തില്ല, കുറ്റപ്പെടുത്തത്തില്ല. പക്ഷേ ടീമിനെ സപ്പോർട്ട്, ഇപ്പോൾ എനിക്ക് CSK ആണ് ഇഷ്ടമെങ്കിൽ ഞാൻ CSK എന്ന് പറയും. പക്ഷേ ഞാൻ ഓൺ ദ സെയിം സൈഡ് വിരാട് കോഹ്ലി ഒരു ഊമ്പനാണെന്ന് പറയത്തില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവരാണ് ശരിക്കും ഹർദിക്കിനെ മറ്റേ ഒരുമാതിരി പട്ടിയാക്കി കളഞ്ഞത്. ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്ത ഒരാൾ രോഹിത് ശർമ്മ പഴയ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കാനോ ഇങ്ങോട്ട് മാറി നിൽക്കാനോ പറയാൻ പാടില്ലേ? അതിലൊന്നും ഒരു കാര്യമില്ല. ഈ ബാർക്കിംഗ് ഡോഗ്സിനുള്ള റിപ്ലൈ ആണ് ഹർദിക്കിൻ്റെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ കിട്ടിയത്. നമ്മൾ മറ്റേ ഊമ്പൻ അണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുടെ ഓവർ അവൻ്റെ കയ്യിൽ ബോൾ കിട്ടിയപ്പോൾ എങ്ങനെയെങ്കിലും ഈ വേൾഡ് കപ്പ് ഒന്ന് പിടിച്ചതാണ് അവനോട് നമ്മൾ കെഞ്ചിയായിരുന്നു. ഡൈഹാർഡ് ക്രിക്കറ്റ് ഫാൻസിനൊക്കെ അത് മനസ്സിലാവും. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞു കാണും, ദൈവമേ എങ്ങനെയെങ്കിലും ഇവൻ ഈ ഓവർ ഒന്ന് പിടിച്ചു തന്നിരുന്നെങ്കിൽ. ഊമ്പൻ എന്ന് കമൻറ്റ് ഇട്ടവന്മാർ വരെ അത് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ആ ദിവസം. അത് ഉറപ്പാണ്. എല്ലാം ആവും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവർ ഞാൻ ഇത് അന്ന് IPLൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻഡ് ഓഫ് ദി ഡേ അവർ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരാണെന്ന് നിങ്ങൾ ഹെയ്റ്റ് ഉണ്ടാക്കുമ്പോൾ ധോണി ആയിക്കോട്ടെ സച്ചിൻ ആയിക്കോട്ടെ ആരെ ആയിക്കോട്ടെ എല്ലാവരും പറയുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്ലേയേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം. ഓഫീസിൽ കയറി വന്ന പുലിയെ മുറിയിൽ പൂട്ടിയിട്ട് 12-കാരൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല മഞ്ഞപ്പൊടി മുളക് പൊടി. യഥാർത്ഥത്തിൽ പുലിയാണോ അകത്തോട്ട് കയറിപ്പോയേ?
ഇത് നേരത്തെ പയ്യൻ ഇതുണ്ട പയ്യൻ ഗെയിമറാണ്, ഗെയിമിംഗ് റിഫ്ലക്സ് ആണ് നിങ്ങളെ കണ്ടത്. കണ്ടാ വന്ന പുലിയെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. എന്താ ഫ്രീ ഫയർ പബ്ജി എന്തോ ആയിക്കോട്ടെ. കണ്ടാ റിഫ്ലക്സ് എന്താ എനിമിയെ റൂമിൽ ലോക്ക് ചെയ്യുന്ന ഒരു സീനാണ് അവൻ നോക്കടാ, അവൻ ഫോൺ പോലും എടുത്തില്ല അവന്റെ. നോക്ക് കൂട്ടിയിട്ട് ആ ഫോൺ എടുത്തു തോന്നുട്ടാ, ഫോൺ എടുത്തു തോന്നുന്നു. വന്ന പുലിയെ മുറിയിൽ കൂട്ടിയിട്ട് ഫോൺ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ തേച്ച് അങ്ങനെ പൊളി ഒന്നൊന്നര സംഭവം. സീനൊക്കെ അച്ഛനകത്തുണ്ടെന്ന്. വെറുതെ ഒരു കഥ അടക്കാൻ എത്ര ഉത്സാഹം. അധികം ഓർത്തില്ലടാ. അയ്യോ. സീറ്റ് ഗോ ടേക്ക് ഓഫ് ആൻഡ് ക്രാഷ്. എൻജിൻ ബ്ലോസം. അമ്മോ ഡാർക്കസ്റ്റ്. അയ്യോ BHP എയറോഡൈനാമിക്സ് ഇത് ഒരുപാട് പുള്ളി ചെയ്താലുള്ള പ്രശ്നം അതാണടാ. വണ്ടിയുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഇത് അതിനാണ് ശരിക്കും എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് എയറോഡൈനാമിക്സ് വലിയ കാര്യമുണ്ടെന്ന് പറയണത്. സത്യം 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 സത്യം. അണ്ണാ ഞാൻ വരച്ചതാണ്. ഇതിനകത്ത് എനിക്ക് കുട്ടിത്തമായിപ്പോഴല്ലേ ഹരികൃഷ്ണൻ ആർട്സ്. ഈ പുള്ളി തന്നെയാണ് മറ്റേ ഇതിനകത്തുണ്ട് ഒരു മറ്റേ ചൈൽഡ് ഫിൽറ്ററിൽ ചെയ്തതുപോലെ. പക്ഷെ നന്നായിട്ട് വരച്ചു ബ്രോ, അടിപൊളി, നൈസ്, കിടിലം, റിലേറ്റബിൾ. സാലറി amount credited to your account. Salary. Petrol expense for family. New food spot. അതാണ് ഏറ്റവും വലിയ എക്സ്പെൻസ്. സത്യം പറയാലോ, സത്യം പറയാം. രാത്രി ആവുമ്പോ ചന്തി മുഖന് ഇവള് എല്ലാം ഓരോ ഫുഡ് ഇതുമെല്ലാം അയച്ചോണ്ടിരിക്കും. കാന്താരി അൽഫാം, മറ്റേ ഷവർമയ്ക്കകത്ത് പഴം കയറ്റിയത്, അതും ഇതും എല്ലാം അയക്കും. അതാണ് മെയിൻ എക്സ്പെൻസ്. പോസിറ്റീവ് റിവ്യൂ മൂവീസ് ഇൻ തിയേറ്റർ. അയ്യോ ഉദാഹരണത്തിന് ഇന്നലെ അല്ലല്ലേ ഈ എക്സ്പെൻസ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മറ്റേ പുള്ളിയില്ലേ, മറ്റേ റിവ്യൂ പറയണ പുള്ളി, അശ്വിൻ ഗോക്കിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ഒരു എക്സ്പെൻസ് ഒക്കെ മാറി കിട്ടും. പുള്ളിയായിട്ട് എന്ത് പറ്റിയെന്നറിയില്ല, കൊറേ പടം കൊള്ളാന്ന് പറഞ്ഞ ആകെ തേച്ച് കളഞ്ഞ തന്നെ. ആണോ? അപ്പൊ നല്ല അടി ഇട്ടിട്ടുണ്ട്. എവിടെ നല്ല അടി ഇട്ടിട്ടുണ്ട്. പുള്ളി പടം കൊള്ളാന്ന് പറഞ്ഞ ഉള്ളതാ, പോയി കണ്ട പടമൊക്കെ കുഴപ്പമില്ല. എന്നാലും ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഗഗനചാരിക്ക് കയറി. ഗഗനചാരി അതേത് പടം? അതാരുടെ പടം? അത് ഈ ഇടയ്ക്ക് ഒരു സൈഫൈ മൂവി ഇറങ്ങി എന്ന് പറഞ്ഞ് കയറിയതാ. ഞാൻ പിന്നെ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് അടുത്ത് വീണ്ടും ഒന്നും കൂടെ കലക്കി കയറി. ആണല്ലേ? പടത്തിൽ ഇഷ്ടപ്പെടാൻ ഇതിന്റെ ക്ലൈമാക്സ് മാത്രമാണ്. അയ്യോ സത്യം സത്യം, എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെടും. അത്രയും നേരം കിടില ഇജാതി ഫീൽ ഗുഡ് പടം. ഇതിന്റെ ക്ലൈമാക്സ് മറ്റേ തോലച്ചു കളഞ്ഞു. സത്യം പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. കഴിച്ച് നിങ്ങൾക്കൊക്കെ ഇതിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ട? അങ്ങനെ പടം ഓവറോൾ കിടിലമാണ്. ഞാൻ സത്യം പറയാം, ഭയങ്കര കിടിലമാണ്. ഞാൻ കുറേ ചിരിച്ച്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിൽ ഞാൻ പോയി. അവസ്ഥ അവസാനം വെള്ളിക്കൊരു ചെലവ്. അല്ലല്ല പറയട്ടെ, മറ്റേ ഡ്രോണൊക്കെ വരുന്ന സീനില്ലേ, അത് കുറച്ച് ഇതായി പോയില്ലേ? മറ്റേ ഡ്രോൺ, അതാണ് എനിക്കൊരു. ഇതാരിത്?